തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് കരാർ ജീവനക്കാരുടെ സമരം. അത് യാത്രക്കാരെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. വിമാന സർവീസുകൾ 30 മിനിറ്റ് വരെയാണ് വൈകുന്നത്. എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റിനെതിരെ ഇന്നലെ രാത്രി മുതലാണ് ജീവനക്കാർ സമരം തുടങ്ങിയത്. ഷിജോ കുര്യനുണ്ട് നമുക്ക് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഈ വിമാനത്താവളത്തിലെ സമരം സ്വാഭാവികമായും വിമാനങ്ങൾ വൈകുന്നു, മറ്റു പല സർവീസുകളും തടസ്സപ്പെടുത്തുന്നു, യാത്രക്കാരെയൊക്കെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഇന്നലെ രാത്രി മുതലാണ് സമരം ആരംഭിച്ചത് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് യാത്രക്കാരെ ബാധിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇത് പരിഹരിക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ടോ? ജിൽസി, സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ യാത്രക്കാരെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. കാരണം ഇപ്പോൾ എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റിനെതിരെയാണ് സംയുക്ത സമരസമിതി സമരം നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇന്നലെ രാത്രി മുതൽ തന്നെ നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടെ പന്തൽ കെട്ടി സമരം നടത്തുകയാണ്. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന കാര്യം ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ ബോണസും നൽകുക എന്നുള്ളതാണ് ഇവർ പ്രധാനപ്പെട്ട ആവശ്യം. അത് നൽകാൻ എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ലേബർ കമ്മീഷനുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയതിനു ശേഷം അതിൽ ഒരു തരത്തിലും തീരുമാനമാകാതെ വന്നതോടുകൂടിയാണ് ഇവർ സമരത്തിലേക്ക് പോയത്. അപ്പോൾ ഈ സമരത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? പ്രത്യേകിച്ച് പ്ലാനില്ല. വിവിധ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരെല്ലാവരും കൂടെ മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച 2 ദിവസമായിട്ട് തുടങ്ങി, 5 മാസമായിട്ട് തുടങ്ങി ചർച്ച. അത് ലേബർ ഓഫീസറിന്റെ സെൻട്രൽ റീജിയണൽ ലേബർ ഓഫീസറിന്റെ ഫ്രണ്ടിലായിരുന്നു ചർച്ച. ഇതിപ്പോൾ നിങ്ങൾ ഈ സമരം നടത്തുമ്പോൾ വിമാന സർവീസുകളടക്കം യാത്രക്കാരടക്കം വലിയ തരത്തിൽ ഇത് ബുദ്ധിമുട്ടിലാക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അല്ല, ഇപ്പം സാധാരണ തൊഴിലാളികളുടെ ദൈനംദിന ബുദ്ധിമുട്ടുകളെ ഉന്നയിച്ചുകൊണ്ടിട്ടാണ് ഇപ്പം അതിന് ബോർഡിൽ വെച്ച വേതനവും ബോണസും. വേതനത്തിന്റെ ചർച്ച തുടങ്ങിയിട്ട് 5 മാസമായി. ബോണസിന്റെ ചർച്ച കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്. അത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റീജിയണൽ ലേബർ ഓഫീസറിന്റെ മുമ്പിലായിരുന്നു ചർച്ച. ചർച്ച ഒരു ഫെയിലിയർ ആവുന്ന ഒരു അവസ്ഥയിലോട്ട് ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട്. എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റിന് കീഴിലുള്ള കരാർ തൊഴിലാളികൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഒരു ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈറ്റ് വന്നു പോകുന്നതിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും, അത് കസ്റ്റമർ സർവീസ്, പാസഞ്ചർ സൈഡും, ബാഗേജ് ലോഡിംഗ് ആൻഡ് ലോഡിംഗ് എക്യുപ്മെന്റ്, വണ്ടികൾ ഓടിക്കുക, LDL, ഈ കണ്ടെയ്നർ, മറ്റു കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിലോട്ട് അങ്ങോട്ടും അങ്ങനെ കുറേ ജോലിയുണ്ട്. ഫ്ലൈറ്റ് വന്ന് പോകുന്നില്ല. ജിൽസി, ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതിനും വരുന്നതിനുമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നത് ഈ എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റിലെ കരാർ തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാതെ വന്നതോടുകൂടിയാണ് അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് പോയിട്ടുള്ളത്. നേരത്തെ എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ലേബർ കമ്മീഷനുമായി ചർച്ച നടത്തിയിരുന്നു. ആ ലേബർ കമ്മീഷന് മുമ്പാകെയും എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റ് ഒരു തരത്തിലുമുള്ള തൊഴിലാളി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇവർ തൊഴിലാളികൾ സമരത്തിലേക്ക് പൊക്കോട്ടെ എന്ന തരത്തിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ യാത്രക്കാർ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ഞങ്ങളത് സഹിച്ചുകൊള്ളാം എന്നുള്ള നിലപാട് എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ തൊഴിലാളികൾ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു വിമാനം വന്ന് അത് ഇറങ്ങി, യാത്രക്കാർ ഇറങ്ങി അവരുടെ ലഗേജ് എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കരാർ ജീവനക്കാരാണ് ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും ഈ സമയക്രമത്തിൽ തടസ്സമുണ്ടാകുന്നത് യാത്രക്കാരിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടായിരുന്നോ വിമാനത്താവളത്തിൽ? ജിൽസി, ഇന്നലെ രാത്രി നമ്മൾ കുറേയധികം യാത്രക്കാരുടെ പ്രതികരണമൊക്കെ എടുത്തുമാണ്. അതിനകത്ത് ഈ യാത്രക്കാർ പറയുന്നത് ഈ ലഗേജ് കിട്ടാൻ സാധാരണഗതിയിൽ ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലഗേജ് കിട്ടാൻ ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് വരെയെങ്കിലും സമയം എടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൊഴിലാളികൾ സമരത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ലഗേജ് കിട്ടുന്നതിലടക്കം വലിയ തരത്തിലുള്ള താമസം നേരിടും. ഇപ്പോൾ 2 മണിക്കൂറിലധികം താമസം നേരിടുന്നുണ്ട് എന്ന് വിവിധ യാത്രക്കാർ ഇന്നലെ തന്നെ പ്രതികരിച്ചതാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ യാത്രക്കാരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ തൊഴിലാളികൾ ശക്തമായിട്ടുള്ള സമരവുമായി അനിശ്ചിതകാല സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം എയർ ഇന്ത്യ പറയുന്നത് ഒരു തരത്തിലുമുള്ള ഈ സമരം കൊണ്ട് ഈ എയർ ഇന്ത്യ സർവീസിനെയോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അരമണിക്കൂറിന്റെ ഒരു താമസം മാത്രം, 30 മിനിറ്റ് മാത്രം വിമാന സർവീസുകൾ ഇത് ബാധിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിലുമുള്ള ഒരു തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എയർ ഇന്ത്യ അധികൃതരുടെ വിശദീകരണം. അതേസമയം 2 മണിക്കൂറിലധികം ലഗേജ് കിട്ടുന്നതിനും മറ്റു കാര്യങ്ങളുമായിട്ട് തടസ്സം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി യാത്രക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം ഈ കരാർ ജീവനക്കാരുടെ പണിമുടക്കൊക്കെ വലിയ രീതിയിലുള്ള വിമാനത്താവളത്തിൽ, പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളെയും സമയക്രമത്തെയും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. യാത്രക്കാരുടെ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാവും. പക്ഷേ ഈ ചർച്ചകളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല ഈ പ്രശ്നപരിഹാരത്തിനായുള്ളത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന വിഷയം. എന്തായാലും വരും മണിക്കൂറുകളിലേക്ക് ഷിജോയിലേക്ക് തന്നെ ഈ വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. കൂടുതൽ യാത്രക്കാരുടെ പ്രതികരണങ്ങളൊക്കെ ലഭിക്കുമോ എന്നുകൂടെ നോക്കാം. ഇനി